ഓക്കെ, സോ ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. നമുക്ക് ഇന്ന് മാത്സിന്റെ ക്ലാസ് ആണ്. നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ ആൽജിബ്ര മൊഡ്യൂൾ ആണ്. നമ്മളെ ലീനിയർ ആൽജിബ്ര, അതിൽ നമ്മൾ മെട്രിക്സ് ആൽജിബ്ര ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പൊ മെട്രിക്സ് ആൽജിബ്രയിൽ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് മെട്രിക്സ് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കാൻ വേണം. അപ്പൊ മെട്രിക്സ് ഒക്കെ ഇപ്പൊ നമുക്ക് പ്ലസ് 1 പ്ലസ് 2 പോലും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്കൊരു ബേസ് എന്തായാലും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മെട്രിക്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് എന്താണ് ഒരു മെട്രിക്സ് എന്ന് നമുക്ക് അറിയണം, അല്ലെ? അപ്പൊ മെട്രിക്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിസ്റ്റം ഓഫ് നമ്പേഴ്സ് ആണ്. സിസ്റ്റം ഓഫ് നമ്പേഴ്സ്, ഇവിടെ n നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ mnന്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് ഇനി നോക്കാം. അപ്പോൾ ഒരു റെക്ടാങ്കുലർ ഫോർമേഷനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അക്രോസ് റോസ് ആയിട്ടും കോളംസ് ആയിട്ടും പിന്നെ അതിന് നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇട്ടേക്കുന്ന ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, n നമ്പേഴ്സ്. അതായത് ഇപ്പൊ എമ്മിന് ഞാനൊരു 1 എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുക്കുന്നു, n എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 1 × 2 = 2. അപ്പൊ 2 നമ്പർ അടങ്ങുന്ന ഒരു റെക്ടാങ്കുലർ ഫോർമേഷൻ ആണ്. അതിനെ നമ്മൾ റോസിനെ, അതായത് റോ വൈസ് ആയിട്ടും ചിലപ്പോൾ നമ്മൾ കോളം വൈസ് ആയിട്ടും ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അതിന്റെ ചുറ്റും ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെട്രിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ m/n മെട്രിക്സ്. ഇതിൽ ഞാൻ പറഞ്ഞു, ഈ എം നമ്പേഴ്സിനെ നമ്മൾ റോസിലാണ് വെക്കുന്നത്, അല്ലെ? ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറെ നമ്പേഴ്സ് ഇങ്ങനെ അടുക്കിയിട്ടുണ്ട്. അക്രോസ് റോസും പോയിട്ടുണ്ട്, കോളംസും പോയിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഇതില് m നമ്പേഴ്സ് എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ m എന്ന് ഉദ്ദേശിക്കുന്നത് m റോസിനെയാണ്. എന്താണ്? m റോസ് ആയിരിക്കും. അതേസമയം n എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ നമ്പർ ഓഫ് കോളംസ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ പഠിക്കുന്ന ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വാക്കുണ്ട്, ഓർഡർ ഓഫ് ദി മെട്രിക്സ്. ഓർഡർ ഓഫ് ദി മെട്രിക്സ്. അപ്പൊ ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ്. ഈ ബൈ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് അതിനെ ഒരു മൾട്ടിപ്ലിക്കേഷന്റെ സിമ്പിൾ യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ m/n ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ m നമ്പർ ഓഫ് റോസും n നമ്പർ ഓഫ് കോളംസും ഉണ്ടെങ്കിൽ അതിന്റെ ഓർഡർ എന്തെന്ന് എഴുതാം? നമുക്ക് m/n എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ച് നിങ്ങൾക്ക് ഇപ്പൊ അറിയാം, ഇവിടെ കുറച്ച് എക്സെട്ര പോലത്തെ സിമ്പിൾസ്, അതായത് ഇവിടെ ഇതിന്റെ ഇടയിൽ ഇനിയും റോസ് വരാം, കോളംസ് വരാം എന്ന രീതിക്ക് കാണിച്ചിരിക്കുന്നതാണ് ഈ ഒരു സിമ്പിൾ. പക്ഷെ നമ്മളിപ്പോ അസ്യൂം ചെയ്യാണ് ഈ ഇത്രയും വരികളെ ഉള്ളൂ എങ്കിൽ നമുക്ക് ഇതിന്റെ ഓർഡർ ഒന്ന് എഴുതി നോക്കാം. അതായത് ഇതിന് എത്ര റോസ് ഉണ്ടാവും? ഈ ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സിന് 1 2 3 4 5 6 റോസ് ഉണ്ട്. അപ്പൊ 6 എത്ര കോളംസ് ഉണ്ട്? 1 2 3 4 കോളംസ് ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. മെട്രിക്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, അതിന്റെ ഓർഡർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ നമ്മൾ എപ്പോഴും മെട്രിക്സിനെ നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നത് ഒരു ആൽഫബറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും. ക്യാപിറ്റൽ ലെറ്റർ ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തരുവാണ്, ഇപ്പം ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് 6/4 ആണ് എങ്കിൽ അതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? നമ്മൾ ഈ A11 A12 ഇങ്ങനെ കൊടുത്തിരിക്കുന്നതെല്ലാം ഇതിന്റെ എന്താണ്, ഓരോ എലമെന്റ്സ് ആണ്. അതായത് ഒരു മെട്രിക്സിന്റെ നമ്മൾ ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇട്ടേക്കുന്ന എല്ലാ നമ്പേഴ്സും അതിന്റെ ഓരോ എലമെന്റ്സ് ആണ്. എന്താണ്? ഓരോ എലമെന്റ്സ് ആണ്. അപ്പൊ ഇതിന്റെ ഓർഡർ 6/4 ആണെങ്കിൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ, അതായത് m × n, അത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6 × 4 എന്ന് പറയും. 6 × 4 എന്ന് പറയുമ്പോൾ 24 ആണ്, അല്ലെ? അപ്പൊ 24 എലമെന്റ്സ് ഈ ഒരു മെട്രിക്സിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമുക്ക് നമ്പർ ഓഫ് എലമെന്റ്സും നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം, ഇതിന്റെ പൊസിഷൻസ്. നമ്മൾ ഈ m/n എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ m എന്ന് പറയുന്നത് റോസ് ആണ്, n എന്ന് പറയുന്നത് കോളംസ് ആണ്. അപ്പൊ ഇതിന്റെ എലമെന്റിനെ നമ്മൾ എങ്ങനെ വിളിക്കും? ഇപ്പോ ക്യാപിറ്റൽ ലെറ്റർ ആണ് നമ്മുടെ, ക്യാപിറ്റൽ ലെറ്റർ എ ആണ് മെട്രിക്സ് എന്ന് വെച്ചു എങ്കിൽ ഇതിന്റെ ഓരോ ലെറ്ററിനെ നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ എ ആണെങ്കിൽ എ സ്മോൾ ലെറ്റർ യൂസ് ചെയ്യും. പിന്നെ ഈ ഓരോ പൊസിഷനും നമ്മൾ ij എന്ന് വിളിക്കും. അതായത്
ഐ ജെ. ഈ ഐ ജെ എങ്ങനെ എഴുതും? അതായത് ഇപ്പൊ ഫസ്റ്റത്തെ ഈ ഒരു എലമെന്റ് ഞാൻ എടുക്കുവാണ്. അപ്പൊ ഇത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിൽ വരുന്നതാണ് അതിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ എ എന്ന് എഴുതിയിട്ട് ആദ്യം അത് ഏത് റോയിൽ വരുന്നു എന്നുള്ളത് എഴുതും, രണ്ടാമത് അത് ഏത് കോളത്തിൽ വരുന്നു എന്ന് എഴുതും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അതിന്റെ എലമെന്റിന്റെ പൊസിഷൻ കിട്ടി. അപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എ ഐ ജെ എന്ന് പറയുന്നു. ഇത് എല്ലാ എലമെന്റ്സിന്റെയും പൊസിഷൻ. അതിന് ഓരോ നമ്പേഴ്സ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോഴാണ്, അതിന്റെ റോയും കോളത്തിന്റെയും പൊസിഷൻ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അതിന്റെ പൊസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നമ്പർ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു എലമെന്റ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ വരും? ഇത് 6ാമത്തെ റോയിലാണ് കിടക്കുന്നത്. അപ്പൊ A6. എത്രാമത്തെ കോളത്തിലാണ് വരുന്നത്? 4th കോളം. അപ്പൊ A64 ആയിരിക്കും ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ എലമെന്റ് എഴുതാനും നിങ്ങൾക്ക് ഇതിൽ കൂടെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഓർഡർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങളൊന്ന് വേഗം പറയാം. ഇപ്പൊ ഒരെണ്ണം ഞാൻ ചെയ്യാം. നമ്മൾ എന്താ ഓർഡർ എന്ന് പറയുന്നത്? റോ ബൈ കോളം ആയിരുന്നു അല്ലെ? റോ ബൈ കോളം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എത്ര റോസ് ഉണ്ട്? 1, 2. അപ്പൊ 2 by 1, 2, 3 3 കോളംസ് ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത്. എങ്കിൽ ഇതിപ്പോ 2 by 3 ആണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളത് പറഞ്ഞ് ഇതിൻ്റെത് ഒരു ആൻസർ പറഞ്ഞ എത്രയാ ഓർഡർ എന്നുള്ളത്? 3 by 2. അതെ, റൈറ്റ്, 3 by 2. നമുക്ക് 3 റോസ് ഉണ്ട്, 2 കോളംസ്. ഇതിൻ്റെതോ? 1 by 2. 1 by 2. ഓക്കെ, എല്ലാരും നോട്ട് ചെയ്ത് പോവുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഇതിൻ്റെതോ? ഈ 4th വൺ? 3 by 4. 3 റോസും 4 കോളംസ് അല്ലേ? ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ഇനി നമുക്ക് അടുത്തത് എലമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഓരോ മെട്രിക്സിലും A12 എന്ന പൊസിഷനിലും A32 എന്ന പൊസിഷനിലുമുള്ള എലമെന്റ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് റോയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റൂ A12 എന്ന് പറയുന്നത് ഏതാണെന്നുള്ളത്? 3. ഓക്കെ, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ് 3. ഇനി ഈ അല്ല, A32 കൂടെ ഉണ്ടല്ലേ? A32 ഏതാ ഇതില്? 6. തേർഡ് റോയിലെ സെക്കൻഡ് കോളം 6. ഇനി ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേ. A1 2 3 A32 ഇല്ല. എന്താണ്? ക്ലിയർ ആയില്ല. A1 2 3. A12 എന്ന് പറയുന്നത് A32 ഇല്ല. കാരണം നമുക്ക് എത്ര? 3 കോളം ഒന്നും ഇല്ല ഇവിടെ, 3 റോസ് ഇല്ല ഇവിടെ, ആകെ ഒറ്റ റോയും 2 കോളമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു എലമെന്റ് ഇവിടെ ഇല്ല. ഇനി ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ A12 എത്രയാണ്? A12 minus 1 A32 5. A12 minus 1 A32 5. ഓക്കെ, കറക്റ്റ്. ഓക്കെ, ഗുഡ്. അപ്പൊ ഇത്രയാണ് നമുക്ക് എലമെന്റ്സിന്റെ കാര്യം വരുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, നിങ്ങൾക്ക് വായിച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ അസ്യൂം ചെയ്യുക XYZ W and P എന്ന് പറഞ്ഞിട്ട് കുറച്ച് മെട്രിസസും അവരുടെ ഓർഡേഴ്സും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 7x minus 5z എന്ന മെട്രിക്സിന്റെ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കണ്ടീഷനും പറഞ്ഞിട്ടുണ്ട്, n is equal to p എന്നുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഫസ്റ്റ് എക്സ്, വൈ, ഇസഡ്, ഡബ്ല്യു, പി, ഇതിന്റെയൊക്കെ ഓർഡേഴ്സ് എത്രയാണ്? ഓർഡേർഡ് പെയർ അല്ല, ഓർഡർ ഓഫ് ദ മെട്രിക്സ് എത്രയാണ്? 2 by n, 3 by k, 2 by p, n by 3, p by k. പിന്നെ ഒരു കണ്ടീഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? n is equal to p അല്ലേ? n is equal to p എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 7x minus 5z ചെയ്യുമ്പോൾ ഒരു മെട്രിക്സ് റിസൾട്ട് ആയിട്ട് കിട്ടും അല്ലെ? അതിന്റെ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ആ കൺസെപ്റ്റ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു മെട്രിക്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ 1 2 3 4 ഇതിന്റെ കൂടെ ഞാൻ ഒരു നമ്പർ ആഡ് ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ 7 തന്നെ ഞാൻ എടുത്ത് ആഡ് അല്ല മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ 7 ഇതെന്ന് പറഞ്ഞാൽ എക്സ് എന്ന മെട്രിക്സ് ആണ്. ഞാൻ അതിനോട് 7 മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ 7 അകത്തേക്ക് ചെന്നിട്ട് ഓരോ എലമെന്റിലും മൾട്ടിപ്ലൈ ആവും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്കെയിലർ ആയിട്ടുള്ള ഒരു നമ്പർ പുറത്ത് കിടക്കുമ്പോൾ അകത്തേട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു എന്നും പറഞ്ഞ് നമ്മുടെ ഓർഡറിന് ഇവിടെ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. ആ എലമെന്റിന്റെ വാല്യൂസ് മാറുന്നു എന്നല്ലാണ്ട് ഓർഡർ ഡസന്റ് ചേഞ്ച്. ഏത് സമയത്ത്? സ്കെയിലർ മൾട്ടിപ്ലിക്കേഷന്റെ സമയത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് 7x 5z ഒന്നും കാൽക്കുലേറ്റ് ചെയ്യണ്ട. എക്സ് മൈനസ് ഇസഡിന്റെ മെട്രിക്സ് അറിഞ്ഞാൽ മതി. ഇനി എക്സ് മൈനസ് ഇസഡ് ചെയ്യണമെങ്കിൽ അതും ഒരു പോയിന്റ് ആണ്. നമുക്കിപ്പോ അഡിഷനും സബ്ട്രാക്ഷനും ചെയ്യണമെങ്കിൽ രണ്ട് മെട്രിക്സിന്റെയും ഓർഡർ സെയിം ആയിരിക്കണം. ഓർഡർ ഓഫ് മെട്രീസസ് should be same
ടു ക്യാരി ഔട്ട് അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അത് ഇനിയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, മെട്രിക്സിന്റെ കാൽക്കുലേഷൻസ് പഠിക്കുമ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ അഡിഷനും സബ്ട്രാക്ഷനും ചെയ്യുമ്പോഴും നമുക്ക് ഓർഡർ ഓഫ് ദി മെട്രിക്സ് സെയിം ആവണം. അതായത് ഇപ്പൊ ഞാനിപ്പോ ഈ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ഒരു മെട്രിക്സ് ഉണ്ട്, അതിന്റെ കൂടെ എനിക്ക് 1 2 എന്ന് പറഞ്ഞിട്ട് ഒരു മെട്രിക്സിനെ ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഫസ്റ്റിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2/2 ആണെങ്കിൽ സെക്കൻഡിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2/1 ആണ്. അപ്പൊ ഇത് ഈക്വൽ അല്ല. അപ്പൊ നമുക്ക് അഡിഷൻ പറ്റില്ല. ഇപ്പം ഈ മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് പറ്റുമായിരുന്നോ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ? ഈ ഒരു കേസില് പറ്റുമോ ഇല്ലയോ? അത് ക്ലിയർ ആയില്ലേ ആ പോയിന്റ്? ഞാൻ ഒന്നുകൂടെ പറയണോ? ചെയ്യാൻ പറ്റും അല്ലെ? ഓക്കെ. കാരണം എന്താണ്, നമ്മൾ ഇതിന്റെ രണ്ടിന്റെയും ഓർഡർ എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പം 2 റോസ് 1 കോളം, ഇവിടെയും 2 റോസ് 1 കോളം. അപ്പൊ ഇത് രണ്ടും ഓർഡർ സെയിം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെ ആഡ് ആവുന്നത്? 1 + 1 2 എന്ന് പറഞ്ഞിട്ട് ഈ ഫസ്റ്റ് എലമെന്റും ആഡ് ചെയ്യും, സെക്കൻഡ് എലമെന്റും ആഡ് ചെയ്ത് 4. ഇങ്ങനെയായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോ നമുക്ക് ഇവിടെ നോക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ, x - z ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന എന്താണ്? x - z ചെയ്യുമ്പോൾ രണ്ടിന്റെയും ഓർഡർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരത്തിന്റെയും ഓർഡർ എന്താണ്? ഈ എക്സിന്റെയോ സെയിം എക്സിന്റെയോ ഇസഡിന്റെയോ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് നോക്കാം, എക്സിന്റെയും ഇസഡിന്റെയും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? 2/n ഉം 2/p ആണ് അല്ലെ? 2/n ഉം 2/p ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? എന്നും പിയും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ ഒന്നുകിൽ ഇത് രണ്ടും സെയിം ആണ്, കാരണം എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം വിച്ച് മീൻസ് ഈ 2/n ഉം 2/p യും സെയിം ആണ്. പിന്നെ അത് അല്ലാതെ തന്നെ നമുക്കറിയാം, കാരണം അവർ ഇക്വേഷനിൽ തന്നിട്ടുണ്ട് n = p എന്നുള്ളത്. അപ്പൊ 2/n എന്ന് പറയുന്നതും 2/p എന്ന് പറയുന്നത് സെയിം ആണ്. നമുക്ക് കിട്ടുന്ന റിസൾട്ട്, അതായത് 7x - 5z ചെയ്യുമ്പോൾ കിട്ടുന്നതിന്റെ ഓർഡറും 2/n അല്ലെങ്കിൽ 2/p ആയിരിക്കും. അപ്പൊ നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ എവിടെയുണ്ട്? 2/n ഉണ്ട്, 2/p ഉണ്ടോ? 2/n ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പിന്നെ ജസ്റ്റ് 1-2 കൺസെപ്റ്റും കൂടെ പറഞ്ഞു തന്നപ്പോൾ ഒരു ലെങ്തി ആയിട്ട് തോന്നിയതാണ്. പക്ഷെ നിങ്ങൾക്ക് ആ ഓർഡറിന്റെ കൺസെപ്റ്റ് മനസ്സിലെങ്കിൽ വളരെ വിത്തിൻ സെക്കൻഡ്സ് ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എക്സിന്റെ ഇസഡിന്റെയും ഒന്ന് എഴുതി നോക്കുക. എക്സിന്റെ ഓർഡറും പിന്നെ ഇസഡിന്റെ ഓർഡറും എഴുതി നോക്കുക, കമ്പയർ ചെയ്യുക, ഉത്തരം എഴുതുക. അത്രയും ടൈം എടുക്കുള്ളൂ ഇതിന്. ഓക്കെ, ക്ലിയർ ആണോ ഇത്? ഓക്കെ. ഇനി നമുക്ക് ജസ്റ്റ് വേഗം ഒന്ന് ചെയ്തു പോവാം. മെട്രിക്സ് അഡിഷൻ ആണ്. നിങ്ങൾ ഇതിന്റെ ചെയ്തിട്ടൊന്ന് ആൻസർ പറയും, കാരണം ഞാനിപ്പോ അഡിഷൻ ചെയ്യുന്ന രീതി പറഞ്ഞു. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾ എന്നെ ആഡ് ചെയ്തിട്ട് ആൻസർ പറയും, എന്നിട്ട് ഞാൻ ആൻസർ ചെയ്താം. ഒരു 1 മിനിറ്റ് സമയം തരാം, വേഗം ചെയ്യൂ. ആൻസർ കിട്ടുമ്പോ പറയട്ടോ. 3 5 9 7 4 എലമെന്റ്സേ ഉള്ളോ? 3 5 7 9 11 13. ഓക്കെ, ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. വേറെ ഒന്നുമില്ല, നമ്മൾ ഓരോ എലമെന്റ്സ് ആഡ് ചെയ്തു, സെയിം പൊസിഷനിലുള്ള എലമെന്റ്സിനെ ആഡ് ചെയ്ത് നമ്മൾ ഇവിടെ എഴുതി. അപ്പൊ 1 ഉം 2 ആഡ് ചെയ്തു 3, 2 ഉം 3 ഉം ആഡ് ചെയ്തു 5, 3 ഉം 4 ആഡ് ചെയ്തു 7. അതുപോലെ താഴെ നമ്മൾ ആഡ് ചെയ്തു. സിമ്പിൾ അഡിഷൻ ആണ്, വേറെ അതിൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അപ്പൊ ഈ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ സം ഒന്ന് പറഞ്ഞേ വേഗം. നോട്ട് പോസിബിൾ. നോട്ട് പോസിബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ ആണ്. അപ്പൊ നോട്ട് പോസിബിൾ ആണുള്ള റീസൺ, ഇതിന്റെ ഓർഡർ സെയിം അല്ല, സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ഇല്ല നമുക്ക് ആഡ് ചെയ്യാൻ. അഡിഷൻ നമുക്ക് സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ പറ്റത്തുള്ളൂ. അത് ഞാനിവിടെ നോട്ടായിട്ട്
ഇട്ടിട്ടുണ്ട്. ടു മെട്രിസസ് ക്യാൻ ബി ആഡഡ് ടുഗദർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദേ ഹാവ് ദ സെയിം ഡയമെൻഷൻ. ഡയമെൻഷൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓർഡർ ഓഫ് മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ നേരത്തെ ഞാൻ പറഞ്ഞു തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാ വരുന്നത്. അപ്പൊ ഇതും കൂടെ ഒന്ന് നിങ്ങൾ ചെയ്തേ. എങ്ങനെ വരും വാല്യൂസ് പറഞ്ഞാൽ മതി. ഇതിൽ ചെയ്യണം, നിങ്ങൾ എഴുതണമൊന്നുമില്ല. 6, 9, 12, 15, 6 ആണോ? 3, 6, 9. ഓക്കെ, 12, 15, 18. ഓക്കെ. ഇനി അടുത്ത് വരുമ്പോ ഈ ക്വസ്റ്റ്യനോ? 6, 14, -4, -4, 26/3. 26/3. ക്ലിയർ ആവുന്നില്ല. ഓക്കെ, ഒന്നുകൂടെ പറയാവോ? 6, ഓക്കെ, 14, -4, ഓക്കെ, 26/3. 26/3. ഓക്കെ. അപ്പൊ ഇത് വേറെ ഒന്നും നമ്മൾ ചെയ്യില്ല. ഇത് ജസ്റ്റ് കിട്ടാത്തവർക്കുള്ള ഒരു ഇതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. കാരണം ഈ ഒരു ഫ്രാക്ഷനെ നമ്മൾ ഓരോ എലമെന്റിലോട്ടും മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് 2/3 ഇൻറ്റു 9, 2/3 ഇൻറ്റു 21, 2/3 ഇൻറ്റു -6, 2/3 ഇൻറ്റു 13. സിമ്പിൾ ആണ്, വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു മൾട്ടിപ്ലിക്കേഷൻ. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞേ. 77 -35, 49. ഓക്കെ, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത് വരുന്നത് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് നമ്മൾ രണ്ട് മെട്രിക്സ് എടുക്കുമല്ലോ, രണ്ട് മെട്രിക്സിന്റെയും ഓർഡർ എടുക്കുമ്പോൾ ഫസ്റ്റ് മെട്രിക്സിന്റെ രണ്ടാമത്തെ നമ്പറും സെക്കൻഡ് മെട്രിക്സിന്റെ ആദ്യത്തെ നമ്പർ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആയിട്ട് വരുള്ളൂ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ രണ്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു മൾട്ടിപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ കിട്ടി ആദ്യം നിങ്ങൾ ഓർഡർ നോക്കണം. ഈ ഒരു നടുക്കുള്ള എലമെന്റ്സ്, അതായത് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്തല്ലോ, ഇപ്പൊ എയും ബിയും ആണെങ്കിൽ എന്റെ 1/2 3/4 ആണ് ബിയുടെ. ഓക്കെ, ഞാൻ ഇങ്ങനെ എഴുതി. അപ്പൊ ഈ നടുക്ക് കിടക്കുന്ന രണ്ട് സെയിം ആണോ എന്ന് നോക്കാം. സെയിം അല്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ അല്ല. ഇനി സെയിം ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഈ +1 +2 പഠിച്ച ഒരു കൺസെപ്റ്റ് ആണ്. ബട്ട് ഒരെണ്ണം ഞാൻ ജസ്റ്റ് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഈ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നിങ്ങൾ കുറച്ച് ക്വിക്ക് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് ഇനി ഡിറ്റർമിനൻസും വരുന്നുണ്ട്. അപ്പോൾ ഈ ഡിറ്റർമിനന്റും മെട്രിക്സിന്റെ ഈ ഒരു ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലേക്ക് നിങ്ങൾക്ക് എത്രത്തോളം സ്പീഡ് ഉണ്ടെന്നുള്ളതിലാണ് നിങ്ങൾക്ക് ഈ ആൻസേഴ്സ് പെട്ടെന്ന് കിട്ടുക. അപ്പോൾ അതാണ് നിങ്ങളുടെ മാർക്ക് ഡിറ്റർമിനിങ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ എത്ര പെട്ടെന്ന് ചെയ്ത് തീർക്കുന്നോ അത്രയും പെട്ടെന്നായിരിക്കും നിങ്ങൾ ഈ മാത്സിലെ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനായിട്ട് പറ്റുക. ടൈം കൂടുതൽ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാന്നുള്ള ക്വസ്റ്റ്യൻ പോലും വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ മാക്സിമം സ്പീഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ക്ലാസ് കഴിഞ്ഞിട്ടുള്ള സമയം നിങ്ങൾ ഇതിന്റെ കുറെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. സിമ്പിൾ മൾട്ടിപ്ലിക്കേഷനും ഇതുമൊക്കെ നിങ്ങൾ ചെയ്യുക. കാരണം ഇതിൽ ബേസിക്കലി നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ചെയ്യാൻ വരിക. മൾട്ടിപ്ലിക്കേഷൻ, ഡിറ്റർമിനൻസ് കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ. ഓക്കെ, സോ അപ്പൊ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ ഈ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് 1 2 3. എ മെട്രിക്സ് എന്ന് പറയുന്നത് 1 2 3 0 1 -1. ബി എന്ന് 1 0 2 1 0 -1. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അല്ലേ. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഫസ്റ്റ് എങ്ങനെ ചെക്ക് ചെയ്യും? ഓർഡർ എഴുതി നോക്ക്. അപ്പൊ ഓർഡർ എഴുതുമ്പോൾ ഫസ്റ്റ് വണ്ണിന്റെ 2/3 ആണ് ഓർഡർ. ഇവിടെ വന്നിട്ട് 3/2 ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മുടെ നടുക്കുള്ള രണ്ടും 3 ആണ്. അപ്പൊ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. അപ്പൊ ഇനി ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്കിപ്പോ എ ബി എന്നാ എഴുതേണ്ട. അപ്പൊ ആദ്യം എ തന്നെ എഴുതണം. 1 2 3 0 1 -1. അടുത്ത് ബി വന്നിട്ട് 1 0 2 1 0 -1. ഓക്കെ, ഇനി ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടെ, ഇപ്പൊ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയെങ്കിൽ നിങ്ങൾക്ക് ഈ എ ബി എന്ന പ്രോഡക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു റിസൾട്ടന്റ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് കിട്ടുമല്ലോ. ആ മെട്രിക്സിന്റെ ഓർഡർ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈ ബാക്കി കിടക്കുന്ന രണ്ട് നമ്പേഴ്സ് ഉണ്ടല്ലോ, അതായിരിക്കും നമ്മുടെ റിസൾട്ട് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത്. 2/2 ആയിരിക്കും നമുക്ക് കിട്ടുന്ന മെട്രിക്സ്. അതായത് 2 റോയും 2 കോളവും കാണും. അതായത് 4 എലമെന്റ്സ് ആയിരിക്കും നമുക്കിവിടെ ഉണ്ടാവുക. അപ്പൊ ഇത് എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല്,
നമുക്ക് 4 എലമെന്റ്സ് വരുമെന്ന് പറഞ്ഞല്ലേ, ഇവിടെ 1 2 3 4. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് റോ എടുക്കുക, എന്നിട്ട് ഫസ്റ്റ് കോളം കൊണ്ട് ഓരോ എലമെന്റ്സിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഞാനിപ്പോ ഒരെണ്ണം കാണിച്ചു തരാം. ഫസ്റ്റ് റോ ഞാനിപ്പോ എടുത്തു, എന്നിട്ട് ഇതിൽ ആദ്യത്തെ എലമെന്റും ഇപ്പുറത്തെ രണ്ടാമത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം എടുത്തിട്ട് അതിന്റെ ആദ്യത്തെ എലമെന്റ്, അതായത് ഒന്നാമത്തെ എലമെന്റ് എപ്പോഴും ഒന്നാമത്തെ എലമെന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ആവും, രണ്ടാമത്തെ എലമെന്റ് രണ്ടാമത്തെ എലമെന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ആവും, മൂന്നാമത്തത് മൂന്നാമത്തെ ആയിട്ട്. അത് ഓർത്ത് വയ്ക്കുക. ഏത് റോയെ നമ്മൾ ഏത് കോളം വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റ് സെക്കൻഡുമായിട്ടേ വരുള്ളൂ. എന്നിട്ട് ഇതെല്ലാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തതിന്റെ സം എടുക്കും. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം. 1 ഇൻറ്റു 1 എടുക്കും. 1 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1. അടുത്ത് ഇത് ആഡ് ചെയ്താണ് നമ്മൾ പോകുന്നത്. പ്ലസ് 2 ഇൻറ്റു 2 4 പ്ലസ് 3 ഇൻറ്റു 0 0. അപ്പൊ നമുക്ക് ഫസ്റ്റ് എലമെന്റ് ഇവിടെ കിട്ടി. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 5 ആണ് ആൻസർ കിട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞത്. ഇനി സെക്കൻഡ് എലമെന്റ് കിട്ടാൻ എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് റോയെ രണ്ടാമത്തെ കോളം കൊണ്ട് നമ്മൾ ചെയ്യണം. അപ്പൊ ഒരു റോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ മെട്രിക്സിലെ എല്ലാ കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം അടുത്ത റോയിലോട്ട് പോകാനായിട്ട്. അത് ശ്രദ്ധിക്കുക. ഒരു റോ എടുത്തിട്ട് എല്ലാ കോളംസും കംപ്ലീറ്റ് ചെയ്യുക, അടുത്ത റോ എടുക്കുക, എല്ലാ കോളംസും കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 1 ഇൻറ്റു 0 0 പ്ലസ് 2 ഇൻറ്റു 1 2 പ്ലസ് 3 ഇൻറ്റു -1. അപ്പൊ ഇവിടെ -3 എന്ന് എഴുതാം. ഇവിടെ നമ്മൾ ആഡാ ചെയ്യുന്നത്, പക്ഷെ ഇവിടെ 3 ഇൻറ്റു -1 ചെയ്തപ്പോൾ -3 ആവുന്നത്. അപ്പൊ ഞാൻ ഇവിടെ -3 എന്ന് എഴുതി. അപ്പൊ ഇവിടത്തെ ഉത്തരം -1. ഇനിയിപ്പോ ഫസ്റ്റ് റോ കഴിഞ്ഞല്ലോ, രണ്ട് കോളം ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോ എടുത്തിട്ട് ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം ആയിട്ട് മൾട്ടിപ്ലൈ. അപ്പൊ 0 ഇൻറ്റു 1 0 പ്ലസ് 1 ഇൻറ്റു 2 2, ഇവിടെ പ്ലസ് -1 ഇൻറ്റു 0 0. അപ്പൊ നമുക്ക് ടോട്ടൽ 2 കിട്ടി. അതുപോലെ തന്നെ 0 ഇൻറ്റു 0 0 പ്ലസ് 1 ഇൻറ്റു 1 1 പ്ലസ് -1 ഇൻറ്റു -1, രണ്ട് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 അപ്പൊ 2. അപ്പൊ ഇതാണ് നമ്മുടെ എലമെന്റ്സ്. ഇനി നമുക്ക് ജസ്റ്റ് ഇപ്പൊ ഞാനിവിടെ സൈഡിൽ എഴുതിയത് അല്ലേ, കൺഫ്യൂസ്ഡ് ആവേണ്ട. നമുക്കിപ്പോ 4 എലമെന്റ്സേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓരോന്നിങ്ങനെ വരി ആയിട്ടായിരിക്കും എഴുതുന്നത്. അപ്പൊ 5 ഇവിടെ ആദ്യം വരും, പിന്നെ -1 2 2 ഇങ്ങനെ എഴുതാം. ഇപ്പൊ ഇത് ഒന്നാമത്തെ റോയിലെ ഒന്നാമത്തെ എലമെന്റ്, ഇത് ഒന്നാമത്തെ റോയിലെ രണ്ടാമത്തെ എലമെന്റ്. ഇപ്പൊ നമുക്ക് ആക്ച്വലി എത്രയുള്ള 2/2 അല്ലേ? അപ്പൊ ഒരു റോയില് 2 എലമെന്റ്സേ ഉള്ളൂ. പിന്നെ സെക്കൻഡ് റോ 2 1 2 2. പൊസിഷൻ ഇങ്ങനെയാ വരുന്നത്. അപ്പൊ വേറെ ഒന്നും ആലോചിക്കണം, നിങ്ങൾ പൊസിഷൻ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് നമ്പേഴ്സ് ഒരു വരിയായിട്ട് ഇങ്ങനെ എഴുതി പോയാൽ മതി. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന രീതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ഇതിൽ ചെയ്തതില്? ഓക്കെ. എന്നാ നിങ്ങൾ വേഗം ഒന്ന് ഇത് ചെയ്തേ. ഇപ്പൊ ഞാൻ ഒരെണ്ണം സാമ്പിൾ ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായവർ ചെയ്യുക, എന്നിട്ട് ഉത്തരം പറയാം. അപ്പോൾ നമുക്കൊന്ന് കമ്പയർ ചെയ്തിട്ട് വേഗം ചെയ്യാം ഈ ക്വസ്റ്റ്യൻ. 1 മിനിറ്റ് സമയം തരും, വേഗം ചെയ്തോ. ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ എന്താ, ഫസ്റ്റ് മെട്രിക്സ് 2/2 അല്ലേ, ഇവിടെ വന്നിട്ട് 2/3 ആണ്. അപ്പോ ഇവിടുത്തെ നടുക്കത്തെ രണ്ട് നമുക്ക് സെയിം അല്ലേ, അപ്പൊ പറ്റും, പോസിബിൾ ആണ്. നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റിൽ 2/3 മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. 2 റോസ് 3 കോളം. ടു ബൈ ത്രീ മെട്രിക്സ് അല്ലേ വരാം? അതെ 2/3 ആണ് വരിക. ആൻസർ കിട്ടിയായിരുന്നു. 10 ഓക്കെ. 6 -6. -6 ആണ്. ഓക്കെ, മൈനസ്. കുഴപ്പമില്ല. അടുത്തത് ഓക്കെ 4 8 ഓക്കെ -3
-3 ഓക്കെ 14 14. ഓക്കെ, 14. അപ്പോൾ കിട്ടിയവർക്ക് ഗുഡ്. ബാക്കി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ കിട്ടാത്തവർ വിഷമിക്കൊന്നും വേണ്ട, കാരണം നമുക്കിത് പ്രാക്ടീസിലൂടെ മാത്രം കിട്ടുന്ന കാര്യം. പിന്നെ നമ്മൾ ഓൾറെഡി അറിയാവുന്നവർക്ക് ഒരു ക്വിക്ക് ആയിട്ട് കിട്ടും എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി, നിങ്ങൾക്കും കിട്ടും. അപ്പൊ നമുക്ക് വേഗം ഒന്ന് ചെയ്യാം. ഇപ്പൊ 2/3 മെട്രിക്സ് എന്നല്ലേ, അപ്പം 2 കോളവും ഉണ്ടാവും നമുക്ക്, സോറി 2 റോയും 3 കോളം, ഇങ്ങനെ ആയിരിക്കും കിട്ടുക. അപ്പൊ ഞാനിവിടെ സൈഡിൽ ഓരോന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു പോവാം. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യാണ്. ഇപ്പൊ 2 × 5 10 പ്ലസ് 0 × 1 0, എത്രയാ 10 വന്നു. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്യുകയാണ്. ഇപ്പൊ 2 × -3 എന്ന് പറയുന്നത് -6 ആണ്, പ്ലസ് 0 × 0 0 -6. ഇനി അതുപോലെ 2 × 2 4 പ്ലസ് 0 × 4 0 4 കിട്ടി. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് 1 × നമ്മുടെ സെക്കൻഡ് റോ ഇൻറ്റു ബാക്കി കോളംസ് ചെയ്യുന്നത്. അപ്പം 1 × 5 വരും 5 പ്ലസ് 3 × 1 ഈക്വൽ ടു 8. അടുത്ത് വന്നിട്ട് 1 × -3 പ്ലസ് 3 × 0 ഈക്വൽ ടു -3. ഇനി 1 × 2 വരും പ്ലസ് 3 × 4 വരും 12, അതായത് 40. ഞാൻ ഇത്ര സ്ലോയിൽ പറയുന്നത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ എങ്ങനെ എഴുതുക? 2 റോയും 3 കോളമാണ്. ടു ബൈ 3 വരുന്നു അല്ലേ? അപ്പൊ 2/3 മെട്രിക്സ്, 2 റോയും 3 കോളം. അപ്പം വാല്യൂസ് എങ്ങനെയാ വന്നേ? 10 -6 4 8 -3 14. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആൻസർ വരിക.